അപ്പോൾ ഇന്ന് നമുക്കൊരു ബയോട്ടിൻ പൗഡർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ അടുത്തത് ചിയാ സീഡാണ്, പിന്നെ ഞാൻ കുറച്ച് ഫ്ലാക്സ് സീഡാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പംകിൻ സീഡാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിയത്. പിന്നെ സൺഫ്ലവറിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം സെയിം ക്വാണ്ടിറ്റിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് റോസ്റ്റായി പോവണ്ട, ജസ്റ്റ് എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലാതെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് റോസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. വെച്ചിട്ടുള്ള റെസിപ്പീസ് ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരയ്ക്കും ബൈ.